15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ന്യൂസ് 24/7 മലയാളത്തിന്റെ പ്രധാനപ്പെട്ട അവതാരിക സേതു, വെൽക്കം ടു ദ ഷോ. ഹായ്, ഞാൻ സേതുലക്ഷ്മി. ഇത് നമ്മുടെ ന്യൂസ് മലയാളം. ന്യൂസ് മലയാളത്തിന്റെ 2ാമത്തെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച സാധനമായിരുന്നു അത്. ഇന്നെന്റെ ബ്ലൗസ് വാർത്തയാണ്. സ്ത്രീകൾ വന്നിട്ട് എന്തോ മാറുമറയ്ക്കാൻ വേണ്ടി സമരം നടന്ന ഒരു നാട്ടിൽ വീണ്ടും അങ്ങനെ വരുന്നു. ഒരു ഫുൾ സ്ലീവ് ബ്ലൗസ് ഇട്ട ദേവതകളെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിനെയൊക്കെ ഒരു വിവാദമാക്കുന്നത് അത് എന്തിനാണ്? കയ്യില്ലാത്ത വസ്ത്രം ഞാൻ സ്ഥിരമായിട്ട് ഇടാറുണ്ട്. ആ വള്ളിയാണോ പ്രശ്നം? അതായത് അതിന് ഡിസൈൻ ഒന്ന് മാറുമ്പോഴത്തേനും ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും കുട്ടികളോട്ട് കാണാൻ പറ്റും. അപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ കാണാവോ? ഇത്രയും കാലത്തെ ഒരു മാധ്യമ ജീവിതത്തില് പ്രായമൊന്നുമില്ല. ഞാനിവിടെ ഒന്നും വിളമ്പുന്നില്ല. ഞങ്ങൾ തമ്മിൽ അറിയുന്ന 10 വർഷമായി. ഈ 10 വർഷവും ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ. മക്കളെ, ആ ഫോട്ടോ അങ്ങ് നീ ഡിലീറ്റ് ചെയ്താൽ കൊള്ളൂല, ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലാ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശരിയാ, വന്നിട്ട് പിന്നെ അമ്മ അങ്ങ് ബ്ലോക്ക് ചെയ്തു. 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ ഒക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ദൂരദർശൻ വാർത്തകൾ കണ്ടിട്ടുണ്ടാവുക. അതിനുശേഷം മറ്റ് പ്രൈവറ്റ് ചാനലുകൾ വന്നു. ഇന്ന് 11 ന്യൂസ് ചാനലുകളുണ്ട്. എനിക്ക് ദൂരദർശൻ വാർത്ത മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഈ 11 ചാനലും വരില്ല. ഒരുപാട് വഴികളുണ്ട് ഒരു വാർത്ത അറിയാൻ വേണ്ടി. അതിന്റെ സത്യം ഏത് എന്ന് കണ്ടെത്തുന്നതിനാണ് വേറൊരു കാര്യമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരം വരുമ്പോഴത്തേക്കും ജേർണലിസ്റ്റുകളെ കിട്ടാനില്ലാത്തൊരവസ്ഥ നിലവിലുണ്ട്. പക്ഷെ പണ്ട് നമ്മൾ പറയുന്ന ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിന്റെ തലയിലായിരുന്നു. പക്ഷേ ഇത് ബ്ലോഗർമാരുടെ തലയിലാണ്. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെയായി. എനിക്ക് പിന്നീട് ഞാൻ അതുവരെ വന്നൊരു സ്ഥാപനമായിരുന്നില്ല അതെന്ന് തോന്നി. എനിക്ക് ആൾക്കാർക്ക് ഭയങ്കര ഡിഫറൻറ്റ് ആവുന്ന പോലെ. ഞാൻ ഇത്രയും വർഷമായിട്ട് കാണുന്ന ആളുകളാണ്, പക്ഷെ അവരിലൊക്കെ ഒരു പെട്ടെന്നൊരു മാറ്റം എനിക്ക് തോന്നി വന്നു തുടങ്ങി. സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണമെന്ന് പറയൂലേ, അപ്പം ഞാനും ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരുന്നു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമുക്ക് വളരെ അടുപ്പമുള്ളവർ, നമ്മൾ ഒരുമിച്ചിരുന്ന സ്വപ്നങ്ങൾ കണ്ടവർ, ജീവിതം ഇനി എങ്ങനെയാകും എന്നൊക്കെ ആശങ്കപ്പെട്ടവർ, അവരൊക്കെ പിന്നീട് ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വലിയ സെലിബ്രിറ്റികളായി മാറുമ്പോൾ നമുക്ക് അതിൽ പല സന്തോഷം എന്താ ഉള്ളതല്ലേ. അങ്ങനെ ഒരാളാണ് എൻ്റെ ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ന്യൂസ് 24/7 മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട അവതാരിക സേതുലക്ഷ്മിയാണ് കൂടെ ഉള്ളത്. സേതു, വെൽക്കം ടു ദ ഷോ. സത്യമായിട്ടും എത്ര വർഷങ്ങളായി നമ്മൾ തമ്മിൽ അറിയുന്നത്? ഒരു 8-10 വർഷമായിട്ട് അറിയാവുന്ന 2 ആൾക്കാർ. ആ കാലഘട്ടത്തിൽ നമ്മൾ രണ്ടുപേരും എവിടെയൊക്കെയോ ജീവിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയോ വന്ന് പെടുന്നു. അവിടെ നിന്ന് നീ ഈ ഒരു യാത്ര ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഇത്രയ്ക്ക് ജീവിതം മാറി മറിയോ എന്ന് വിചാരിച്ചിരുന്നോ? ശരിക്കും ഇല്ല. 10 വർഷത്തോളം അറിയാം. ഒരു വീട്ടിൽ താമസിച്ച ആളുകൾ ഒരുമിച്ച് അതെ, ഒരുമിച്ച് എല്ലാ കുരിഷ്ടുകളും കാണിച്ചവർ. ഇന്നത്തെ ജീവിതമൊക്കെ എന്താ, എങ്ങനെയൊക്കെ ആവും എന്ന് വിചാരിച്ച ആളുകൾ. അത് കഴിഞ്ഞ് കുറയുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ 2 വഴിക്കാകുന്നു. പിന്നെ വീണ സെലിബ്രിറ്റി ആങ്കർ ആകുന്നു, ഒറിജിനൽസ് തുടങ്ങുന്നു. ഞാൻ വേറെ ഏതൊക്കെയോ വഴിയിൽ പെടുന്നു പോകുന്നു. എന്തൊക്കെയോ നമ്മൾ വിചാരിക്കില്ല. ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന രീതിയിൽ ഒന്നും നടക്കാറില്ല. എന്തൊക്കെയോ വന്ന് ഭവിക്കുന്നതാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ ഇന്ന് നീ വരികയാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ നിന്നോട് ചോദിക്കണമല്ലോ. കാര്യം ഞങ്ങൾ തമ്മിലുള്ള ജീവിതം മുഴുവൻ അറിയാവുന്ന ആൾക്കാരാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ അതെ, പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സെൻസേർഡ് ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് അതുകൊണ്ട് അങ്ങനെ 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 എന്തൊക്കെയാണ് ഇനി പുതിയത് ചോദിക്കുക എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയ വൈറലായ കാര്യത്തിലെന്ന് ഞാൻ തുടങ്ങട്ടെ. ഒരു സാരി ഉടുത്ത് നീ ആളുകളുടെയൊക്കെ ഉറക്കം കളഞ്ഞെന്നറിഞ്ഞല്ലോ, എന്താ സംഭവിച്ചത്? വള്ളി പിടിച്ച കഥയാണോ? അതെ, ശരിക്കും ഞാൻ ആ ഡ്രസ്സ് അതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അന്നത് ആരും അറിഞ്ഞിട്ടോ വാർത്തയൊന്നുമില്ല. പക്ഷെ ഇന്നെന്റെ ബ്ലൗസ് വാർത്തയാണ്. സോഷ്യൽ മീഡിയയിൽ അത് കുറച്ച് ആളുകളെങ്കിലും അത് വാർത്തയാക്കി. അതിനുള്ള കാരണം എനിക്കൊന്നും അന്ന് ഞാൻ പറഞ്ഞ ഡെലിവറി ചെയ്ത കണ്ടന്റ് ആണ് അതിന്റെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കർക്കിടകം 1 തുടങ്ങിയ ഒരു വാർത്ത
അത് എനിക്ക് തന്നെ അയച്ചു തന്നൊരു 50 പേരെങ്കിലും ഉണ്ട്, ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയൊക്കെ വൈറലാകുമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? അയ്യോ, അങ്ങനെ വൈറലാകാൻ ഒരു താല്പര്യവും അതെങ്ങനെയാണ് ആ കണ്ടന്റ് അത്രയും വൈറലായതെന്ന് എനിക്കറിയില്ല. അത് നീ എപ്പോഴാണ് അറിയുന്നത്? നമ്മുടെ സുഹൃത്തുക്കളെ ഇത് കണ്ടായിരുന്നോ സേതു, ഇത് കണ്ടായിരുന്നോ എന്തൊക്കെ ചോദിച്ച് അയച്ചു തന്നു. അപ്പം അങ്ങനെയാണ് കാണുന്നത്. പിന്നീട് എന്റെ വോളിൽ തന്നെ വരാൻ തുടങ്ങി. പിന്നെ അത് റോസ്റ്റിംഗ് ആയി, മറ്റേ ആളായി, പന്തലായി, റീത്തായി എന്നൊക്കെ പറഞ്ഞ പോലെ പലയിടത്തും ഫേസ്ബുക്ക് പോസ്റ്റ് ആയി. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, കമന്റ് ചെയ്യുന്നു, ഷെയറുകൾ പോകുന്നു, അങ്ങനെയൊക്കെ വന്നു. അത് എപ്പോഴെങ്കിലും നിന്നെ വേദനിപ്പിച്ചോ? വേദനിപ്പിച്ചിട്ടില്ല, പക്ഷെ എനിക്കതൊരു എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അതിനെയൊക്കെ ഒരു വിവാദമാക്കുന്നത് അത് എന്തിനാണ്? ഇപ്പം നമ്മൾ ഇത്രയും വികസിച്ച ഒരു കാലത്ത് നമ്മുടെയൊക്കെ ചിന്താബോധവും ഒക്കെയും മാറി എല്ലാ ആളുകളും വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നാട്ടിൽ ഒരു വസ്ത്രത്തെ, അതും കൈയില്ലാത്ത വസ്ത്രം ഞാൻ സ്ഥിരമായിട്ട് ഇടാറുണ്ട്. ആ വള്ളിയാണോ പ്രശ്നം? അതായത് അതിന്റെ ഡിസൈൻ ഒന്ന് മാറുമ്പോഴത്തേനും അത് ആൾക്കാർക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും കുട്ടികളോട്ട് കാണാൻ പറ്റും. അപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ കാണാവോ? അല്ലേ? അങ്ങനെ ഒരു ചോദ്യം വരില്ലേ? അപ്പം അതാ ചില ആളുകളുടെ മാനസിക പ്രശ്നമാണെന്ന് തോന്നുന്നു. അവരുടെ എന്തോ ഒരു കളങ്കം ഇവരുടെ മനസ്സിലുണ്ട്. കളങ്കമില്ലാത്ത മനുഷ്യർക്ക്, ഇപ്പം എന്റെ മനസ്സിൽ കളങ്കമില്ലാത്തത് കൊണ്ട് എനിക്ക് ആ വസ്ത്രം എനിക്ക് ഒരു മോശം തോന്നിയില്ല, എന്റെ സ്ഥാപനത്തിന് തോന്നിയിട്ടില്ല, കുറച്ച് അധികം ആളുകൾക്കും അത് തോന്നിയിട്ടില്ല. അപ്പൊ തോന്നുന്ന ആളുകൾക്ക് അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും. അതല്ലാതെ എനിക്ക് അതർവൈസ് തന്നെ അത് ഒട്ടും ബാധിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ ഒരു ചിന്തയിലുള്ള വാർത്താ അവതാരക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് സാരിയൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഫുൾ സ്ലീവിലെ ഡ്രസ്സൊക്കെ ഇട്ട് കോട്ടം സ്യൂട്ട് ഇട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അവിടെ നിന്ന് ഇത്രയും ഒരു മോസ്റ്റ് മോഡേൺ വാർത്താ അവതാരകയിലേക്ക് എത്തിച്ചത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു? അല്ല, ഒട്ടുമല്ല. അതെന്ന് വെച്ചാ ഇതിന്റെ തന്നെ കമന്റ് ബോക്സിൽ കുറെ പേര് വന്നിരുന്നു. ഞങ്ങൾ ദൂരദർശൻ വാർത്തകൾ കണ്ടുവന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത്. ഞാൻ എപ്പോഴും വിചാരിച്ചൊരു കാര്യം, ദൂരദർശനൊക്കെ നമ്മൾ കാണുന്ന എപ്പോഴാ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഒരു പക്ഷെ വളരെ ചെറുതായിരിക്കുന്ന സമയത്തായിരിക്കും ദൂരദർശൻ. ഒരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ ഒക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ദൂരദർശൻ വാർത്തകൾ കണ്ടിട്ടുണ്ടാവുക. അതിനുശേഷം മറ്റ് പ്രൈവറ്റ് ചാനലുകൾ വന്നു. ഇന്ന് 11 ന്യൂസ് ചാനലുകളുണ്ട്. എനിക്ക് ദൂരദർശൻ വാർത്ത മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഈ 11 ചാനലും വരില്ല. അത് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ ഇപ്പം ടെക്നോളജി എത്രയോ മാറി. പണ്ടത്തെ പോലെ ഇരുന്ന് വാർത്ത വായിക്കുന്നതല്ല. നമ്മുടെ ഫ്ലോറിൽ കപ്പലും ഗണ്ണും മെഷീൻ ഗണ്ണും ഒക്കെ വരുന്ന ഒരു വിർച്വൽ റിയാലിറ്റി ഉള്ള ഫ്ലോറിൽ നിന്ന് വാർത്ത വായിക്കുന്ന ആൾ, AR-ഉം VR-ഉം XR-ഉം ഒക്കെ ഉള്ള ഒരു ഫ്ലോറിൽ നിന്ന് വാർത്ത വായിക്കുന്ന തലത്തിലേക്ക് ആ വാർത്തകൾ മാറിയിട്ടുണ്ട്, മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മീഡിയ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഡ്രസ്സിൽ മാത്രം അങ്ങനെ ഒരു പ്രശ്നം? ഞാൻ ഇത്രയും മാറി. എൻ്റെ ചാനലിൽ എൻ്റെ ഫ്ലോറിൽ ഞാൻ നിൽക്കുന്ന ഒരു വോളിൽ നിന്ന് പുറത്തുനിന്ന് ഒരു കപ്പൽ ഇറങ്ങി വരികയാണ്. കപ്പലൊന്നും എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതല്ലെങ്കിൽ അതിർത്തിയിലെ സൈനികർ എൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള വാർത്ത വായിക്കുന്ന ഞാൻ പണ്ടത്തെ ആളുകളെ പോലെ സാരി ഉടുത്ത് തന്നെ ഇരിക്കണം, അതല്ലെങ്കിൽ ഞാൻ ആ വേഷം മാത്രം ഇരുന്ന് ഞാൻ ഇങ്ങനെ വാർത്ത വായിക്കണം. അങ്ങനെ ശാഠ്യം പിടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മനഃപൂർവ്വമായിട്ട് ഒന്നും മാറ്റില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇന്ന വസ്ത്രമേ ഇടാൻ പാടുന്നൊരു ഡ്രസ് കോഡ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ ഇതിൽ കംഫർട്ടബിൾ ആണോ, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ആകെ ചോദിക്കേണ്ട ക്യാമറമാൻ്റെ അടുത്താ, ഈ ഡ്രസ്സ് ക്യാമറയ്ക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം വരുമോ? അതല്ലാതെ ആ ലൈറ്റിനും ക്യാമറയ്ക്കും ഒക്കെ ഞാൻ ഇടുന്ന ഡ്രസ്സ് ഓക്കെ ആണെങ്കിൽ അത് എനിക്കെന്നല്ല, ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണ്. സേതുവിന് ബാക്കി മറ്റു പല ചാനലുകളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള കണ്ണ് ചിമ്മുന്ന ഓഫറുകളൊക്കെ വന്നിട്ടും അവിടേക്കൊന്നും പോകാതെ ഈ ന്യൂസ് 24/7 മലയാളം എന്ന് പറയുന്ന ചാനലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാര്യം എന്താണ്? ഇപ്പൊന്ന് വെച്ചാൽ വീണ ഒരു കാര്യമുണ്ട്. ഇപ്പം നേരത്തെ പോലെ അല്ല, എല്ലാവർക്കും മത്സരമാണ്, എല്ലാ ചാനലിലും മത്സരം. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഇപ്പം ഞാൻ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു സമയത്തെ മാതൃഭൂമി അല്ല ഇപ്പോഴത്തെ മാതൃഭൂമി. ഒരുപാട് മാറ്റമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിന് മാറ്റമുണ്ട്. എല്ലാ ചാനലുകളും നമ്മൾ നോക്കുമ്പോൾ അറിയാം. ഈവൻ ഡ്രസ് കോഡിൽ പോലും എല്ലാ ഇപ്പം ഒരു ചാനലിലും ഇന്നൊരു ഡ്രസ് കോഡ് അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നതില്ല. എല്ലാവരും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാവരിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മത്സരമുണ്ട്. ഒരുപാട് മത്സരം വരുമ്പോഴത്തേക്കും ജേർണലിസ്റ്റുകളെ കിട്ടാനില്ലാത്തൊരവസ്ഥ നിലവിലുണ്ട്. പണ്ട് നമ്മൾ പറയുന്ന ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിന്റെ തലയിലായിരുന്നു, വ്ലോഗർമാരുടെ തലയിലാണ്.
ജേർണലിസ്റ്റുകളെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം ഉണ്ട് കേട്ടോ. മാത്രമല്ല പണ്ടിപ്പോ നമ്മള് വാർത്ത വായിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാനൊക്കെ ഒരു സബ് എഡിറ്റർ ആയിട്ട് ഒരിടത്ത് നമ്മൾ ആദ്യം ട്രെയിനി ആയിട്ടാണ് കയറുക. ട്രെയിനിങ് ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ട്രെയിനി ആയിട്ട് കയറണം. അതൊരു 2 വർഷം അവിടെ നിന്ന് മുഴുവൻ പഠിച്ചതിന് ശേഷം നമ്മളെ സബ് എഡിറ്റർ ആക്കണം. ഈ സബ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു സാധനം മാറി കിട്ടാൻ ഒരു 5-6 വർഷം എടുക്കും. അതുവരെ നമ്മൾ സബ് എഡിറ്റർ, അവിടെ നിന്നൊരു സീനിയർ സബ് എഡിറ്റർ ആവുക, ചീഫ് സബ് എഡിറ്റർ ആവുക, അങ്ങനെയൊക്കെ വരാൻ ഒരു വലിയ ഹ്യൂജ് പ്രോസസ്സാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ പലയിടത്തു നിന്നും മാധ്യമ പ്രവർത്തകർ കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളവരെ പുതിയ ചാനലൊക്കെ തുടങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ വിളിക്കുമ്പോഴും പണ്ടത്തെ പോലെ അല്ല. ഇപ്പം നമ്മൾ തുടങ്ങുന്ന ഞാൻ പറയാൻ വന്ന സാധനം വെച്ചാൽ സാലറിയുടെ ഒരു പ്രശ്നം. നമ്മളൊക്കെ തുടക്ക സമയത്ത് കിട്ടും ഒരു ജോലി നമുക്കൊക്കെ അത്യാവശ്യമാണ്. വീട് പോകണമെങ്കിൽ ജോലി വേണം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ജോലി വേണം, ഒരു ഇൻകം വേണം എന്നുള്ള ശാഠ്യത്തിൽ ജോലിയിൽ വരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരു മാറ്റം മാധ്യമ മേഖലയിലും ഉണ്ട്. ഇപ്പം ഒരു നച്ചാപ്പിക്ക എന്ന് പറഞ്ഞ കൊടുത്തിട്ട് ഒരാളെ എടുക്കാൻ പറ്റില്ല, ചോദിക്കുന്ന സാലറി കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ ഓഫറും കാര്യങ്ങളും ഒക്കെ വരും. ഇപ്പം പണി അറിയാവുന്ന ആൾക്കാരെയൊക്കെ വേണം, അല്ലെങ്കിൽ ഇന്നയാളെ വേണം എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും ചോദിക്കുന്ന ശമ്പളമൊക്കെ തരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ന്യൂസ് മലയാളം അതെ അതെ അത് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ആ സ്ഥാപനം എന്നെ വിശ്വസിക്കുന്നുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം ഞാൻ അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭയങ്കര കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഒരു കാര്യം, ഒരു സത്യസന്ധമായ ഒരു കാര്യം എനിക്ക് ചെയ്യണം, കൊള്ളാവുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെന്ന് എൻ്റെ ഡയറക്ടേഴ്സിനോട് പറഞ്ഞിട്ട് ചേട്ടാ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്തോട്ടെ, പിന്നെ എന്താടാ ചെയ്. അതല്ലാതെ എൻ്റെ അടുത്ത് ഇതുവരെ ഇപ്പം നമ്മൾ 2 വർഷമായി ഇതുവരെ ഇല്ല പറ്റില്ല ചെയ്തു, അത് പറ്റില്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഒന്നും. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടും നമ്മുടെ മാനേജ്മെന്റ്, നല്ല മാനേജ്മെന്റ്. ഇങ്ങനെ ഒരു മാനേജ്മെന്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും സാലറി എന്ന് പറയുന്ന സാധനം കൂടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ. അതാണ് ഇങ്ങനെ നമ്മളെ ഭയങ്കര കൊതിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഇല്ല. എനിക്ക് മെയിൻ മനസ്സമാധാനമാണ്. ഞാൻ കാശിനപ്പുറം മനസ്സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന കൂട്ടത്തിലാ. അത് ഒന്നിലെന്നല്ല, എല്ലാത്തിലും എനിക്ക് ജീവിക്കണമെങ്കിൽ മനസ്സമാധാനം വേണം. പൈസ കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് ഭയങ്കര മാനസിക പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ്ങും. ഇത് ഒരിടത്ത് നമ്മളിപ്പോ പോയി, ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഒരു 2 ലക്ഷം രൂപ അധികം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി എനിക്ക് പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു 2 ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊക്കെ ഞാനങ്ങ് തകർന്നു പോകും. അപ്പൊ എനിക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓക്കെയാണ്, ഇവിടെ അടിപൊളിയാണ്. അപ്പൊ പോകുന്നിടത്തോളം കാലം പോട്ടെ എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ കൗമുദിയൊക്കെ തിരുവനന്തപുരത്താണ്, സേതു തിരുവനന്തപുരംകാരിയാണ്, അപ്പൊ അവിടെ തന്നെ നിൽക്കാം, വീട്ടിൽ പോയി വരാം, സൗകര്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവില്ലേ. ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് പറിച്ചു നട്ടു എറണാകുളത്തേക്ക്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്നു. തുടക്കത്തിൽ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ആരും അറിയില്ല, ഞാൻ അങ്ങനെ വീട് വിട്ട് നിന്നിട്ടേ ഇല്ല. അപ്പൊ അവിടുന്ന് നമ്മൾ കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു അറിയാത്ത നാട്, അറിയാത്ത ആൾക്കാര്, ഇപ്പം ഈവൻ എനിക്ക് ഫുഡ് പോലും പറ്റുന്നില്ല. ഞാൻ ഇവിടെ ആദ്യം വന്ന് ഒരു 2-3 മാസത്തേക്ക് സ്ഥിരമായിട്ട് ഫുഡ് പോയിസൺ വരച്ച, എവിടുന്ന് നല്ല ഭക്ഷണം കഴിക്കണം അതുപോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ഒരു മോശം അവസ്ഥയാണ്. അപ്പം ആദ്യഘട്ടത്തിലൊക്കെ തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അപ്പോഴും പോകാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മയോട് പോലും പറയാതെയാണ് ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യണേ. ഞാൻ ഇന്നലെ വരെ മാതൃഭൂമിയിൽ രാവിലെ മോർണിംഗ് ഷോ ചെയ്യുന്നു, ഇന്ന് ഞാൻ ഓഫ്, നാളെ ഞാൻ ഇവിടെ ജോയിനാ. അങ്ങനെയാണ്. എനിക്ക് ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടില്ല. അപ്പം ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അമ്മ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാണെന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ട് ഒരു പൊട്ടലാണല്ലോ. അപ്പൊ അത് കാരണം കൂടും കുടുക്കയിട്ട് തിരിച്ച് പെട്ടെന്ന് പോകാനും പറ്റില്ല. അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും നിക്കണമല്ലോ. ഇപ്പൊ ഓർക്കുമ്പോ വമ്പൻ തന്നെ. എന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. പക്ഷെ ഇവിടെ വരുമ്പോഴും എല്ലാരും പുതിയതാ, എല്ലാ ആൾക്കാരും പുതിയതാ. അപ്പം എനിക്ക് പിന്നെ ഞാൻ ഇപ്പം അങ്ങനെയല്ല, ഞാനിപ്പം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ട് മിണ്ടാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു 10 പേരുടെ ഇടയിൽ വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് ഇൻട്രോവേർട്ട് ആവും. അപ്പൊ എനിക്ക് ആരടുത്തും മിണ്ടാനൊന്നും പറ്റുന്നില്ല. ഞാൻ പോവും, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കും, ജോലി ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പുറത്തു വന്നു. പിന്നെ ഇതാണ് നമ്മളെ ജീവിതം.
എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് മിണ്ടിയൊക്കെ തുടങ്ങി. എന്തോ ഒരു ഇവന്റ് ഒക്കെ വന്നു. അതിനൊക്കെ ശേഷം പിന്നെ അങ്ങ് സെറ്റായി. നമ്മൾ അറിയുന്ന ഒരു 10 വർഷം മുമ്പുള്ള നമ്മളെന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യും, ഈ പൈസ കിട്ടിയാൽ മതിയോ ജീവിക്കാൻ എന്നൊക്കെ ഉള്ളതിൽ നിന്ന് ഇന്ന് വളരെ ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഈ ഒരു ഫേസിൽ നീ ഒരു ഇതുപോലെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഫൈനാൻഷ്യലി ഇപ്പൊ നിങ്ങൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാത്തിനെയും പോലെ തന്നെ കാലാനുസൃതമായ മാറ്റം ജേർണലിസ്റ്റുകൾക്കും വന്നിട്ടുണ്ട്. ഇപ്പൊ ഫൈനാൻഷ്യലി കുഴപ്പമില്ല. പിന്നെ വരുന്ന ആൾക്കാർക്ക് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. വാർത്ത എന്താണെന്നും ഈ പരിപാടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് ഓഫീസിൽ കയറി കൃത്യം 2 മണിക്ക് ഞാൻ പോകുന്ന എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പോവാം, ദിവസവും 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പണിയെടുക്കാൻ കൂടി തയ്യാറായിട്ടേ വരാവുള്ളൂ ഈ ഫീൽഡിൽ. നിന്റെ ഇത്രയും കാലത്തെ ഒരു മാധ്യമ ജീവിതത്തില് പ്രായമൊന്നുമില്ല. ഞാനിവിടെ ഒന്നും വിളമ്പുന്നില്ല. ഞങ്ങൾ തമ്മിൽ അറിയുന്ന 10 വർഷമായി. ഈ 10 വർഷവും ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര അൺഫർഗറ്റബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടോ? ഞാനേ കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്ത് അവിടെ പോയിരുന്നു. അപ്പം അവിടെയുള്ള ഒരു ഫാമിലി, ഒരു ചേച്ചിയും ചേച്ചിയുടെ 2 പെൺപിള്ളേര് മക്കളും. അപ്പം ഇവർ രണ്ടുപേരും കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ചേച്ചി ഞാനപ്പോൾ അവിടെ നിൽക്കായിരുന്നു. അത് മാതൃഭൂമിയില. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേനും ഈ ചേച്ചി എന്നെ കണ്ടിട്ട് കൊട്ടവയില് ഓടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നും കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞൊക്കെ. അതൊക്കെ ആ ഒരു ഫ്രെയിം ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഉള്ളത്. അത് ശരിയാണ്. പക്ഷേ ഈ രാവിലെ 5 മണിക്ക് 6 മണിക്ക് സ്റ്റുഡിയോയിൽ കയറണം, രാത്രി വരെ പലതരത്തിലുള്ള വർക്കുകൾ, ഫുൾ ബിസി ആയിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഈ ഫാഷൻ ട്രെൻഡിനൊപ്പം നീങ്ങാൻ സാധിക്കുന്നത്? എനിക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാ ഡ്രസ്സും ഇടാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഒരാളത് കൊള്ളൂല എന്ന് പറഞ്ഞാലും ഞാൻ അതിനെ നോക്കില്ല. എനിക്ക് ഇഷ്ടമാണ് അതിടാൻ. എനിക്കിപ്പം എൻ്റെ ഒരു തടിക്കുന്ന ശരീരമാണ് എൻ്റെത്. എത്ര കഷ്ടപ്പെട്ടാലും ഒരു പരിധിക്കപ്പുറം വണ്ണം കുറയില്ല. അപ്പം പണ്ടൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഈ തടിയുള്ള ആളുകൾക്ക് ഇന്ന ഡ്രസ്സ് പറ്റില്ല, അവർക്ക് സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല, അവർക്ക് ഷോർട്സ് ഇടാൻ പറ്റില്ല, തടിച്ചിരിക്കുമല്ലോ. അപ്പൊ അത് ഒരു പ്രശ്നമാ. ആ പ്രശ്നം കേട്ടു തുടങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു അതെന്താ ഞാനിട്ടാ തടിച്ചുള്ളവര് ഇതിട്ടാൽ എന്താ പ്രശ്നം, അങ്ങനെ. ഞാനതിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാനത് ഇടുന്നു, എനിക്കിഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചിലതൊക്കെ എന്റെ കുറെ ഡ്രസ്സുകൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഞാൻ ചിലതൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് ഇപ്പൊ കുറെ സ്റ്റൈലിസ്റ്റുകളും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അറിയാവുന്നവരെ വിളിച്ചിട്ട് പറയും, എടാ ഇങ്ങനെ ഒരു സാധനം എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു തരുമോ? അപ്പം ചെയ്തു തരാന്ന് പറയും. അങ്ങനെ ചെയ്യിപ്പിച്ച കുറെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താ അറിയോ, ഒരു വാർത്തയുടെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ്. ലക്ഷ്മി പത്മ ഇങ്ങനെ കയറി വരുമ്പോ പാവാട എന്റെയാ എന്ന് പറഞ്ഞോ. അത് ഇല്ല, അത് പ്രതീക്ഷിച്ചതേ ഇല്ല ഞാൻ. അത് ശരിക്കും പറഞ്ഞാൽ അത് ലക്ഷ്മേശ്വര പാവാടായിരുന്നു. നമുക്ക് ഓഫീസിൽ എല്ലാവർക്കും കോസ്റ്റ്യൂം കൊടുക്കുമല്ലോ. അപ്പം അന്നത്തെ ദിവസം ഞാൻ ഹലോ മലയാളം ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് നമുക്കിപ്പം ഒരു സ്കേർട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പൊ എനിക്ക് അന്ന് സ്കേർട്ട് ഇടണമെന്നാ അന്ന് അങ്ങനെ എടുക്കുക. കാരണം വേറെ സാരി ഒന്നും എടുക്കാനുള്ള സമയമില്ല. അപ്പം എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞായിരുന്നു, ലക്ഷ്മേശ്വര കുഴപ്പമില്ല എടുത്തോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ചേച്ചിട്ട് കയറി. എന്നിട്ട് ലക്ഷ്മി ടോസിങ്ങിന് വേണ്ടി ഇപ്പൊ ഞാൻ വൈൻഡപ്പ് എന്ന സമയത്ത് ഇപ്പൊ സമയം എത്ര മണിയായി, നമുക്ക് ഹലോ മലയാളം വൈൻഡപ്പ് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ ഇപ്പൊ ഫ്രെയിം കാണിക്കുമ്പോൾ എന്റെ ഇവിടെ നിപ്പുണ്ട് അടുത്ത ആങ്കർ ആരാണെങ്കിലും അവര്. അപ്പൊ ഞാൻ ലക്ഷ്മി അപ്പൊ ഞാൻ വന്നപ്പോഴേ പറയാന്നു, കണ്ടോ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്ത സാധനം കണ്ടോ ഇത് വന്ന് ഓണേർ പറയുന്നത് ഞാൻ വിചാരിച്ചത്. ലക്ഷ്മി ഒരു നാണമില്ലാതെ വന്നിട്ട് എന്നിട്ട് അതിൽ എന്തോ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് വന്ന ഉടനെ ആമസോണിൽ ഒരു വേറെ പാവാട ഓർഡർ ചെയ്തു. കുറെ വർഷങ്ങൾ കൗമുദിയിൽ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. അവിടെ നിന്ന് പുതിയൊരു ചാനലിലേക്ക് പോവാന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞില്ലേ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അവിടെ എന്ന് പറയല്ലേ. കൗമുദിയും സേതുനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. അവിടെ നിന്ന് വീണ്ടും മാതൃഭൂമിയിലേക്ക് പോകണോ എന്ന് അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ? അതിനെങ്ങനെയാ സ്വയം കൺവിൻസ് ചെയ്തത്? ഞാൻ കൗമുദിയിലൊക്കെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെയായി അവിടെ. എനിക്ക് പിന്നീട് ഞാൻ അതുവരെ വന്നൊരു സ്ഥാപനമായിരുന്നില്ല അതെന്ന് തോന്നി. എനിക്ക് ആൾക്കാർക്ക് ഭയങ്കര ഡിഫറൻറ്റ് ആവുന്ന പോലെ. ഞാൻ ഇത്രയും വർഷമായിട്ട് കാണുന്ന ആളുകളാണ്, പക്ഷെ അവരിലൊക്കെ ഒരു പെട്ടെന്നൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു.
ഞാൻ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഇപ്പം കൗമുദിയിലാണെങ്കിലും എല്ലാ ഫ്രീഡം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ചെയ്യും. എൻ്റെ അവരുടെ എല്ലാ ഫേമിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഓക്കെ എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് ആയിരുന്നു അതും. അപ്പം എൻ്റെ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെയുള്ളൊരു സ്പേസിൽ നിന്ന് പിന്നീട് അവിടെ നിന്ന് എന്തോ ഒരു മാറ്റം വന്നു തുടങ്ങുമ്പോൾ നമ്മള് ഈ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണമെന്ന് പറയൂലേ. അപ്പം ഞാനും അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരുന്നു. പക്ഷെ ചില മാറ്റങ്ങൾ നല്ലതായിരുന്നു എന്ന് തോന്നുന്നില്ല പിന്നീട് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ കൗമുദിയിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ കുറേ വട്ടം ഈ പറഞ്ഞ പോലെ പല സ്ഥാപനങ്ങളിലും ഇന്റർവ്യൂ നമ്മൾ അങ്ങോട്ട് അയച്ചു തന്നെ പല ഇന്റർവ്യൂവിനും പോയിട്ടുണ്ട്, സെലക്ട് ആയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ നമ്മളെ അങ്ങ് പിടിച്ചു നിർത്തുക. നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്തൊക്കെ ടെൻഷൻ പോയാൽ എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നുപോയി. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവിച്ചതാണ്. സേതു ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലേ ബോഡി ഷേമിങ്ങിനെ കുറിച്ച്? അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഒരു സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോ ഒരു ഫോട്ടോ എടുത്താൽ പോലും ആപ്പിലിട്ട് വണ്ണം കുറച്ച് ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു. ആളുകൾ എന്ത് പറയുമെന്നോ അതോ സ്വയം തന്നെ എനിക്കൊരു ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടായിരുന്നു. ഇതെന്താ ഞാൻ ഇങ്ങനെ ഇരിക്കണേ, അങ്ങനെ ഒരു 100 വട്ടം നോക്കുമായിരുന്നു. അതിൽ നിന്ന് ഞാനിപ്പോ ഒരു 10 കിലോ കൂടി കാണും. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യാറില്ല. അത് നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം തോന്നുന്നു. ഒരിക്കൽ ഞാൻ അത് നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അത് മെച്യൂരിറ്റി ആയിരിക്കും അല്ലെ, പ്രായം കൂടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതോ, നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ, നമ്മൾ ഇടപെടുന്ന ഒരു സ്പേസ്, അതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ടിപ്പം ആൾക്കാർ എന്നെ ബോഡി ഷെയിം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോവുമായിരുന്നു. എൻ്റെ ഫാമിലിയിൽ നിന്ന് പോലും ഞാൻ ഒരു ഘട്ടത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നിനക്കത് ചേരില്ല, നീ എന്തിനാ അത് ഇടുന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എത്രയോ എണ്ണം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അപ്പോഴും ആളുകൾ പറയുന്നത് നിർത്തിയോ? നിനക്കത് ചേരില്ല പറയുന്നുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ് എന്നെ, എനിക്ക് എന്റെ ശരീരം, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇതാ ഇഷ്ടം, ഞാൻ അതിൽ കംഫർട്ടബിൾ ആണ്. മറ്റതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്, അതെല്ലാം നിങ്ങളുടെ പ്രശ്നം ഞാൻ പറയാറ്. ഇപ്പം ലാസ്റ്റ് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്തും എൻ്റെ അടുത്ത് അമ്മ പറയുന്നുണ്ടായിരുന്നു, നീ എന്താ കടിച്ചുകൊണ്ടിരിക്കണേ, അങ്ങ് വണ്ണിച്ചു പോയല്ലോ, അങ്ങനൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, കഴിക്കണ്ടേ, മനുഷ്യന് ജീവിക്കണ്ടേ അല്ലേ, നാളെ മരിച്ചു പോകുന്ന മനുഷ്യൻ ഇപ്പം ഭക്ഷണം കഴിക്കാതെ മരിച്ചൊരു റിഗ്രറ്റ് തോന്നുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ അങ്ങ് പറയും. ഇപ്പൊ അമ്മ തന്നെയായി വീട്ടില്, ചേച്ചി വിദേശത്താണ്, അച്ഛൻ മരിച്ചുപോയി, അമ്മ തന്നെയായി. അമ്മയ്ക്കൊരു ഒറ്റപ്പെടൽ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും അമ്മയ്ക്കും കൂടെ ഇങ്ങോട്ട് പോരാമെന്നൊരു ചിന്ത? ഇടയ്ക്കൊക്കെ എൻ്റെ ഇവിടെ വന്നിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ കാര്യത്തില് ഞാൻ പറഞ്ഞ പോലെ അമ്മയ്ക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്, ഒറ്റയ്ക്കാണല്ലോ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞാൻ അമ്മയെ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയക്ക് മുൻപും ശേഷവും അങ്ങനെ വേണമെങ്കിൽ അമ്മയെ പറയാം. ഇപ്പൊ പിന്നെ ഫുൾ ടൈം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ആ ഒരു ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്നാൽ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് വരും, അമ്മേൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് മിണ്ടമ്മ, ഇങ്ങനെ ഇരിക്കും ഇരുന്ന് റീൽസ് നോക്കി നോക്കി നോക്കി. ഇപ്പൊ നമ്മള് വീട്ടില് ചെല്ലുമ്പോ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് വീട്ടിൽ നിൽക്കുമ്പോ ആ ഒരു വില മനസ്സിലാവില്ല. മാറിയൊക്കെ പോയി വീട്ടിലോട്ട് വരുമ്പോഴാണ് എന്ത് ടേസ്റ്റാണ് ഇതിനൊക്കെയല്ലോ പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്, അങ്ങനെ തോന്നും. പക്ഷെ ചെന്നാൽ എനിക്ക് എന്റെ അമ്മയുടെ ഒരു ഒതന്റിക് ടേസ്റ്റിൽ എനിക്ക് ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റാറില്ല. യൂട്യൂബ് റെസിപ്പീസ് എന്തൊക്കെയോ ഉണ്ടാക്കി ഇതൊക്കെ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഇപ്പൊ അമ്മ എന്താന്ന് വെച്ചാല് ഓരോ റീൽസ് എനിക്ക് അയച്ചിട്ടേക്കും. എന്നുവെച്ചാൽ അമ്മേനെ കിടന്നാല് എങ്ങോട്ടെങ്കിലും പോയാലോ എന്തെങ്കിലും ആകുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ. മൊത്തം അമ്മയുടെ ഒരു ചാറ്റ് എടുത്ത് നോക്കിയാൽ ഫുള്ള് ലിങ്കുകളാണ് എനിക്ക് അയച്ചിരുന്നത്, എല്ലാം റെസിപ്പികൾ. അതേപോലെ ഇങ്ങനെയുള്ള നിന്നെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കമന്റുകൾ ഒക്കെ ഉണ്ടല്ലോ, നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു വള്ളിയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് അപ്പൊ അമ്മയും കാണുമല്ലോ. ഇടയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിനാ തോന്നുന്നു ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട് സീൻ ഫോട്ടോ ആയിരുന്നു. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എന്നെ വിളിച്ചിട്ടുണ്ട്, മക്കളെ ആ ഫോട്ടോ, നമ്മുടെ നാട്ടിലെ മക്കളെന്നാ വിളിക്കണേ, തിരുവനന്തപുരം ഭാഗത്തോട്ട് അറിയാലോ, മക്കളെ ആ ഫോട്ടോ അങ്ങ് നീ ഡിലീറ്റ് ചെയ്താൽ കൊള്ളൂല, ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലാ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരിയാ, വന്നിട്ട് പിന്നെ അമ്മ അങ്ങ് ബ്ലോക്ക് ചെയ്തു.
ഈ കമന്റുകൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ വഴി അമ്മയിലേക്ക് എത്താറില്ലേ? അമ്മയാണെങ്കിൽ ഇടയ്ക്ക് ആരൊക്കെയോ വിളിച്ച് പറയായിരുന്നു, എന്താ മോളുടെ ഡ്രസ്സിങ് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനൊക്കെ വിളിച്ച് പറയാറൊക്കെ ഉണ്ടെന്ന്. അത്ര വരെ ഉള്ളോ? അത്ര വരെ സ്നേഹമുള്ള റിലേറ്റീവ്സ് ഒക്കെ റിലേറ്റീവ്സ് അല്ല, അമ്മ അറിയാത്ത ആൾക്കാരൊക്കെ. എന്നിട്ട് അമ്മ എനിക്ക് അതിന്റെ മറ്റേ മെസ്സഞ്ചറിന്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുമായിരുന്നു. അത് ഭയങ്കര വോയിസ് നോട്ട്. സേതുവിനെ ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച, ഏതോ ഒരു ചെക്കനൊക്കെയാ അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്, ഞങ്ങൾക്ക് ആർക്കും TV കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അത് ഇതിനല്ല, ഇതിപ്പോഴല്ലേ, ഇത് പണ്ടേ. സേതു മാത്രമാണ് ഇങ്ങനെ മോശം ഡ്രസ്സും ധരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തെങ്കിലും ഒരു മറുപടി അമ്മയ്ക്ക് കൊടുക്കണമല്ലോ. അമ്മ അവരൊക്കെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും. അവൾക്ക് ഇഷ്ടമുള്ള അതിലൊക്കെ ഭയങ്കര സീനാണ് എൻ്റെ അമ്മ. അതൊക്കെ പറഞ്ഞ് അങ്ങ് സെറ്റാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് നീ അല്ലെങ്കിലും ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് എനിക്കെല്ലാം. ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഇങ്ങനെ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഇന്നുള്ളവരില്ല, നാളെ ചാനലിലില്ല, നാളെ ഉള്ളവർ മറ്റന്നാളില്ല. അപ്പോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ന്യൂസ് റൂം സൗഹൃദം കീപ്പ് ചെയ്യാൻ പറ്റാറുണ്ടോ? എനിക്ക് ഇതുവരെ അങ്ങനെ പറ്റിയിട്ടേ ഇല്ല. എനിക്ക് ഇത്രയും കാലത്തെ കരിയറിൽ എനിക്ക് ഒരു ന്യൂസ് റൂം സൗഹൃദം എന്ന് പറയാനില്ല. ഈ പല ചാനലുകൾ മാറിയല്ലോ, എല്ലാവരുമായിട്ടും കൂട്ടാ ഞാൻ. പക്ഷേ ഇവരൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് ചോദിച്ചാലല്ല, എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്, എല്ലാവരുമായിട്ടും ഉണ്ട്. സേതുവിന്റെ പല ഫ്രണ്ട്സ് എന്നെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ട്, സേതു ഭയങ്കര മാറിപ്പോയി വീണ, നമ്മളൊന്ന് ഫോൺ വിളിച്ചാൽ എടുക്കൂല, നമ്മളെയൊന്നും കണ്ടാൽ മൈൻഡ് ചെയ്യില്ല, ഇത് കാണുന്ന ആ ഫ്രണ്ട്സിന് മനസ്സിലാവും ഇത് ആരൊക്കെയാണെന്നുള്ളത്. അയ്യോ ശരിക്കും അങ്ങനെയില്ല കേട്ടോ. ഞാൻ എല്ലാവരോടും ഞാൻ മിണ്ടോ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം, നമ്മൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുകയും ജോലിക്ക് പോവുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പം വാർത്തകൾ നോക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ചിലതിന് ഈ പ്രയോറിറ്റി മാറ്റേഴ്സ്, റൈറ്റ് അല്ലേ? അപ്പം അതായിരിക്കും തോന്നുന്നു. പക്ഷെ നമുക്കൊരു ഫൺ ടൈം എപ്പോഴാ? കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്ന ആള്, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പേഴ്സണൽ ലൈഫിനെക്കാട്ടിയും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിലാണ്. എനിക്കൊരു വാർത്തയൊക്കെ നന്നായിട്ട് പോയാൽ അതിൽ പല സന്തോഷം എനിക്കില്ല. ഞാൻ ചെയ്യുന്ന ഒരു റൺ ഡൗൺ അത് അങ്ങനെ പോയാൽ ഞാൻ അന്ന് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമുക്ക് ഒരു തരത്തിൽ അറിയില്ലാത്ത ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മൾ അതിൽ റിസ്ക് എടുക്കാൻ പോകരുത്. ഈ വാർത്തയെക്കുറിച്ച് എനിക്ക് അറിയില്ലെങ്കിൽ വാർത്ത പറഞ്ഞു തരാൻ ഒരു റിപ്പോർട്ടർ ഉള്ളത്, ഡയറക്റ്റ് അങ്ങ് ചോദിക്കുക, അപ്പൊ അവര് പറയുമല്ലോ. നമ്മൾ വെറുതെ അതിനെ പിടിച്ച് ചുറ്റിപ്പിണഞ്ഞ് എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതില് അനാവശ്യ റിസ്ക് എടുക്കാതെ ഡയറക്റ്റ് അവരോട് തന്നെ കാര്യം എന്താണെന്ന് പറയൂ, അങ്ങനെ അങ്ങ് ചെയ്യാറേ ഉള്ളൂ. ആദ്യമായി സേതുവിനെ ഒരു സെലിബ്രിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് ഓടി വന്ന് ഫോട്ടോ എടുക്കാമെന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു നിമിഷം ഓർമ്മയിലുണ്ടോ? ഞാൻ മാതൃഭൂമിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഏത് ചോദ്യം എന്നറിയില്ല, ഹരിയാണ് റിപ്പോർട്ടർ, ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്തെ. അപ്പൊ ഞാൻ ഹരിയുടെ അടുത്ത് എന്തോ ഒരു ചോദ്യം ചോദിച്ച പൊട്ട ചോദ്യം എന്തോ ആയിരുന്നോ, അങ്ങനെ എന്തോ പറ്റി. അപ്പൊ ഞാനങ്ങ് ചിരിച്ചു, ഓണറിൽ നല്ല പ്രത്യേകം ചിരിച്ചു. ആ ചിരി അങ്ങ് ട്രോളായി. അത് മറ്റേ മാണിക്യമല പൂ, അന്ന് മാണിക്യമലരായി പൂവേ, അതിനകത്ത് ഒരു ട്രോള് വന്നു, ആദ്യമായിട്ടൊരു ട്രോള് വന്നു. അപ്പം അങ്ങനെ അത് പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ആ ട്രോള് കാണാൻ വീണ്ടും കാണാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് പോയി കാണുമായിരിക്കും, കുറെ വർഷമായില്ലേ. അപ്പൊ അങ്ങനെ അതിലാണ് തുടക്കം. പിന്നീട് അങ്ങോട്ട് പിന്നീട് കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ആ സമയത്തൊക്കെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ പുറത്തു പോകുമ്പോഴത്തേക്കും കാണുന്നവരൊക്കെ വാർത്ത കാണുന്നവരൊക്കെ വന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു സ്പേസിലെത്തി, നമ്മള് ഒട്ടും ഒന്നുമല്ലായ്മയിൽ നിന്ന് ഈ ഒരു സ്പേസിലേക്ക് എത്തി. ഇനി എന്താ നിന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്? എനിക്ക് അങ്ങനെ സ്വപ്നമൊന്നുമില്ല, ഇതുവരെ എത്തിയതിലും സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്വപ്നങ്ങൾ വേണമെന്നല്ലേ പറയാ? അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടങ്ങളോ സ്വപ്നങ്ങളോ ഇന്നതാവണം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇഷ്ടക്കേടുകളുണ്ട്. ഞാൻ ഇന്ന ആഹാരങ്ങൾ കഴിക്കില്ല, ബാക്കി എല്ലാം ഞാൻ കഴിക്കും. അതിലെനിക്കൊരു ഇഷ്ടം അങ്ങനൊന്നുമില്ല, ഏതിലും അങ്ങ് സെറ്റായി പോകും. എന്താവണം എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങ് അല്ലല്ല അങ്ങ് ജീവിച്ചങ്ങ് പോവാ, അല്ലെ, ഒരു സമാധാനത്തോടെ അങ്ങ് ജീവിച്ചു, അത്രയൊക്കെ ഉള്ളൂ. ഒരു ഫേസ് എത്തുമ്പോ ഈ ചാനലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവിതമൊക്കെ നിർത്തേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള ഓവർ തിങ്കിങ് ഉണ്ടോ? ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കും, അങ്ങനെ അങ്ങ് പരിപാടി അവസാനിപ്പിച്ച് അങ്ങ് വീട്ടിൽ പോയാലോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ചില സമയത്തൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. അപ്പം ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അതിനെ ഭയങ്കര വൈകാരികമായിട്ടൊക്കെ എടുക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ വരുമല്ലോ, എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പം പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം, എന്നിട്ട് പോവാം, വല്ല യൂട്യൂബ് ചാനലും തുടങ്ങാം. നല്ല എളുപ്പമുള്ള
പരിപാടിയാ, വേഗം ചെല്ല്. നമുക്കിപ്പോ പുറമേ കാണുമ്പോഴേ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. നമുക്കൊരു അക്കൗണ്ട് തുടങ്ങി പൊതുവെ ആളുകൾക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്നെ പോലെ ഇപ്പം ഉള്ള ആളുകൾ ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത, ഈ പരിപാടിയെ കുറിച്ച് ശരിക്കും ഞാൻ പറയാം, ശരിക്കും വലിയ അറിവൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളൊക്കെ ഒരു പക്ഷെ ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങി, ഒരു ജിമെയിൽ ഉണ്ടായി, നമുക്കൊരു അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു യൂട്യൂബ് നമുക്ക് പൈസ തരുന്നു, അങ്ങനെയാ. പക്ഷെ ഇതിന്റെ പുറകിൽ ഇത്രയും പരിപാടി ഉണ്ടെന്നും ഇത്രയും എഫേർട്ട് ഉണ്ട്. ഇപ്പം ഒരു വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ തന്നെ ഒരാൾ അത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് അത് നോക്കി അതിന്റെ ടൈം ലൈൻ പിടിച്ച് വോയിസ് ഓവർ കൊടുക്കാൻ ഒരു ഭീകര പണിയാണ്. പക്ഷെ അത് അത്രയും ഒരു ആഴത്തിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്. അതെ, പല ട്രോളുകളും കാണുമ്പോഴേ ഈ ജോലിക്ക് പോയ സമയത്തേക്ക് വല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണ കാണുമ്പോഴല്ലോ എനിക്ക് മറ്റേ തലയ്ക്കൊക്കെ വല്ലയിടത്ത് അടിക്കാറുണ്ട്. അല്ല, അങ്ങനെ എപ്പോഴെങ്കിലും ഈ ആലോചനകളൊക്കെ വരുമ്പോ ഇതിന് എങ്ങനെയാ പുറത്തു വരുന്നതെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ തന്നെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മാറും. പക്ഷെ എങ്കിലും സ്റ്റിൽ എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ഒരു ഉത്തരവൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നാറുണ്ട് അങ്ങ് നേരത്തെ ഇത്രയൊക്കെ മതി, ഇനി വേണ്ട, അങ്ങ് എങ്ങോട്ടെങ്കിലും. പിന്നെ എനിക്കെന്ന് വെച്ചാല് ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടാ. എനിക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നോ, ഇപ്പം ചിലർ പറയും നമുക്ക് യാത്ര പോവാം. എനിക്ക് യാത്ര ചെയ്യണമെന്നും ഇഷ്ടമല്ല. എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ 2 ഫോട്ടോ എടുത്താൽ തീരും എന്റെ ക്രേസ്. എന്തിനാ ഇത്രയും ദൂരം. പിന്നെ ഭയങ്കര ട്രാവൽ സിക്നെസ് ഉണ്ട് എനിക്ക്. ഇപ്പൊ കാറിലൊക്കെ ദീർഘദൂര യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു 50 വട്ടം നിർത്തി ഛർദ്ദിക്കും ഞാൻ. ഭയങ്കര ട്രാവൽ സിക്നെസ് എനിക്ക്, ഹോം സിക്നെസ് ഉണ്ട്. ഇപ്പം ചിലപ്പോൾ ഒരു പക്ഷേ മാറിക്കാണുമായിരിക്കും. ഇപ്പം നമ്മള് വീട്ടിൽ നിന്ന് തന്നെ വീട്ടില് ഫാമിലി ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയാൽ തന്നെ ഒരു ആറ്റിങ്ങലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കൊല്ലം കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാന്ന്. എനിക്ക് വെറുതെ വീടൊക്കെ കാണണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കൃത്യമായിട്ട് ഒരു ആൻസർ ഇല്ല. ഇതല്ലെങ്കിൽ വേറെ ഞാൻ എന്താ ചെയ്യാ, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നെന്നും എനിക്കറിയില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ജോലി നിർത്താൻ എടുത്ത അല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം ആലോചിക്കുന്ന കാര്യമാണ് ഒരു ബിസിനസ് അങ്ങ് തുടങ്ങാമെന്ന്. ആ ആലോചന ഉണ്ടാവാറുണ്ടോ? എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട് സ്വന്തമായിട്ട് ഒരു കഫേ തുടങ്ങണമെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടം കാപ്പി കുടിക്കാനാ. ഞാൻ എപ്പോഴും കാപ്പി കുടിക്കും. അപ്പൊ എനിക്ക് ഇപ്പം കുറച്ച് ആരോഗ്യ പ്രശ്നമൊക്കെ വന്നതിന് തുടങ്ങിയതിന് ശേഷമാണ് കോഫി ഒന്ന് ലിമിറ്റ് ചെയ്ത്. എന്നിട്ട് തന്നെ ഞാൻ ഒരു ദിവസം ഒരു 5 കാപ്പി ഇപ്പോഴും കുടിക്കും. അടിപൊളി. അപ്പൊ പണ്ട് എത്ര എനിക്ക് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. കാപ്പി കുടിച്ച ഉറക്കമൊക്കെ നഷ്ടപ്പെടുമല്ലോ കുറെ കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര കോഫി അഡിക്റ്റ് ആണ് ഞാൻ. എവിടെ നല്ല കാപ്പി ഉണ്ടെങ്കിലും എല്ലാ കഫേയിലും, ഇപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ ഇപ്പോഴൊക്കെ വന്നിട്ടുള്ളതായിരിക്കും പോവാത്തത് സമയമില്ല, അല്ലെങ്കിൽ പോകാത്ത കഫേസ് ഇല്ല. എല്ലായിടവും പോവായിരുന്നു, എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. വെറുതെ പോയിരിക്കുമായിരുന്നു അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് നല്ലൊരു കഫേ, ഒരു ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ളൊരു കഫേ ഒക്കെ തുടങ്ങി നല്ല കൗബോയ് സോങ്സ് ഒക്കെ ഇട്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല നിറയെ പുസ്തകങ്ങളൊക്കെ വെച്ച് ഭയങ്കര ആഗ്രഹം. ആ ആഗ്രഹത്തിലുള്ള കുറെ കഫേസ് ഇപ്പൊ ഉണ്ട്. എങ്ങനെ എന്തായാലും ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സ്വപ്നം പറയാൻ പറഞ്ഞ എനിക്ക് സ്വന്തമായിട്ട് ഒരു 330i എടുക്കണമെന്നുണ്ട്. BMW 330i ഭീകര ആഗ്രഹം. കുറേ കാലം വരെ, ഈ അടുത്ത കാലം വരെ എന്റെ ഫോണിന്റെ വാൾപേപ്പർ അതായിരുന്നു. എന്നുവെച്ചാ നമ്മള് ആഗ്രഹിക്കും തോറും നടക്കും, അങ്ങനെയാണല്ലോ, കണ്ടുകൊണ്ടിരിക്കാം എപ്പോഴെങ്കിലും നടന്നത്. അങ്ങനെ വെച്ചിട്ട് കുറെ കാലം വരെ മറ്റേ ഇതായിരുന്നു, ഒരു 330i ആയിരുന്നു എന്റെ ഫോണിന്റെ വാൾപേപ്പർ. ഇപ്പൊ സെൽഫ് ലവ് ആണ്, അങ്ങനെയൊക്കെ. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പം വേണമെങ്കിലും വാങ്ങാനൊക്കെ പറ്റും, കുടുംബം മിക്കല്ലോ. ഞാൻ അങ്ങനെയും ചിന്തിക്കും, കുടുംബം വെച്ചൊരു 330i വാങ്ങിച്ചാലും. പക്ഷെ ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെ നടത്തും അത് ആലോചിക്കുമ്പോ അതങ്ങ് വിടും. അപ്പൊ എത്രയും പെട്ടെന്ന് ഇനി ഒരു ഇന്റർവ്യൂല് വരുമ്പോഴത്തേക്കും BMW 330iക്ക് വരുന്ന സേതുലക്ഷ്മിയെ കാണാൻ സാധിക്കട്ടെ. അപ്പൊ ന്യൂസ് 24/7 മലയാളത്തിന്റെ എല്ലാമായിട്ടുള്ള സേതുവിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്ക് നമ്മള് ഒരുമിച്ച് സ്വപ്നം കണ്ട് ഒരുമിച്ച് ആശങ്കകൾ പങ്കുവെച്ച് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച തല്ലുകൂടിയ 2 മനുഷ്യർ, അവര് 2 സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു സ്പേസിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറയുമ്പോ അത്
വേറൊരു ഫീലാണ് സത്യമാണ്, സത്യം. ഒരു പ്രൗഡ് ഫീലോ എന്തൊക്കെയോ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ്. അപ്പം സത്യം. അങ്ങനെ തന്നെ എന്താ പറയാ, നമ്മുടെയൊക്കെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ അല്ലേ. ഇനി 3:30 ആയിക്ക് ഒന്ന് പുറത്ത് കറങ്ങാൻ പോകണേ എനിക്ക്. ഏതായാലും കുഞ്ഞുമാവി അന്വേഷിച്ചായിട്ട് പറയും. തീർച്ചയായിട്ടും അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. താങ്ക് യു. ഓക്കെ. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.